നമുക്ക് അലീനയുടെയും മനുഷ്യങ്കന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്നേ മദ്യപിച്ചെത്തിയ രോഹിത്തിനെ ചോദ്യം ചെയ്യുവാണ് കൃഷ്ണമോള്. അപ്പോഴേക്കും ബബിതയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. ബബിത വന്നു കഴിഞ്ഞപ്പം ബബിതയ്ക്ക് മനസ്സിലായി രോഹിത്ത് മദ്യപിച്ചിട്ടുണ്ടെന്ന്. ആ സമയം കൃഷ്ണമോള് പറഞ്ഞു, കണ്ടില്ലേ രോഹിത്തേടം മദ്യപിച്ചിട്ട് നിൽക്കുന്നേ. അച്ഛനെങ്ങാൻ ഈ കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, രോഹിത്തേന്റെ കാര്യത്തിൽ തീരുമാനമോ. രോഹിത്തിന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. രോഹിത്ത് പറഞ്ഞു, പിന്നെ അച്ഛൻ കണ്ടിട്ടുണ്ട് എന്നെ ഇപ്പൊ അങ്ങോട്ട് കടികിനകത്തേക്ക് കയറ്റും. ഒന്നും മിണ്ടാതെ പോടി അവിടുന്ന്. എനിക്ക് ആരും ഒരു പേടിയൊന്നുമില്ല. കൂടിപ്പോയാലും ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറക്കി വിടും. ഇറക്കി വിട്ടാൽ ഞാൻ അന്തസ്സായിട്ട് ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോ. അല്ലെങ്കിലും എനിക്ക് ആടെ അടിമയായിട്ടൊന്നും കിടക്കണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ കൃഷ്ണ പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ഒന്ന് കാണണം അച്ഛൻ്റെ മുന്നിൽ ഇതൊക്കെ ഒന്ന് പറയുന്നേ. ഒരു കാര്യം ചെയ്യാം, അച്ഛൻ വരുമ്പോൾ ഞാനിത് പറഞ്ഞു കൊടുക്കാം. ഇത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു, നീ എന്ത് വെള്ളം പറഞ്ഞു? എനിക്കൊരു പുല്ലുമില്ല. അവൾ എന്നെ ഭരിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. കൂടുതൽ എന്നെ ഭരിക്കേണ്ട കാര്യമൊന്നുമില്ല. നീയേ അവളുടെ അടുത്തേക്ക് എന്നാ മതി. വേറൊരുത്തി ഉണ്ടല്ലോ, അലീന. നീയോ അവളോ ചേർത്തുള്ളൂ. എൻ്റെ അടുത്ത് കൂടുതലും മര്യാദ പഠിപ്പിക്കാൻ നീ വരണ്ട. അതും പറഞ്ഞ് രോഹിത് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറിപ്പി. അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞ, അങ്ങനെയാണ് ഇനി അച്ഛൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. ഈ സമയം ഭവിത പറഞ്ഞു, നിനക്ക് എന്തിൻ്റെ കേടാ കൃഷ്ണേ? രോഹിത് ഇടയ്ക്കൊന്നും മദ്യവെച്ചിട്ട് വന്നോർത്തോണ്ട് നീ എന്തിനാ എത്ര ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചു. ഓഹോ, അപ്പൊ ചേച്ചി രോഹിത്തേണ്ട സൈഡാണോന്ന് ചോദിച്ചു. സൈഡായിട്ടൊന്നും അല്ല, ഇതത്ര വലിയ അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഓ, പക്ഷേങ്കിലേ എനിക്ക് അന്താരാഷ്ട്ര പ്രശ്നമായിട്ടാ തോന്നുന്നേ. രോഹിത്തേണ്ട എത്ര വയസ്സുണ്ടെന്ന് ഓർത്തോണ്ടിരിക്കുന്നേ? 21 വയസ്സല്ലേ ആയുള്ളൂ. ഇപ്പോഴും ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ, അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് എത്രമാത്രം സന്തോഷം. പിന്നെ ഒരച്ഛൻ, എടി അച്ഛന് നമ്മളോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ. അച്ഛൻ്റെ ആദ്യ ഭാര്യയിലുണ്ടായ മോള്, ആദ്യ ഭാര്യ എന്നൊന്നും പറയാൻ പറ്റില്ല, അറിയാലോ, ആ അലീന എന്ന് പറയുന്ന പെണ്ണിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരുമായിരുന്നു അച്ഛന്. ഇല്ലല്ലോ. എന്നിട്ട് ഒരച്ഛനെ സപ്പോർട്ട് ചെയ്യുന്നൊരു മോള് വന്നിരിക്കുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് പറഞ്ഞതേ, വെറുതെ അച്ഛനെ അലിയനും ചേച്ചിയും കുറ്റപ്പെടുത്തണ്ട. പിന്നെ നിന്റെ ഒരു അലിയനി ചേച്ചി വന്നിരിക്കുന്നു. എടി നാണം ഉണ്ടോടി അവൾക്ക് ഇവിടെ വന്ന് കിടക്കാനായിട്ട്? അലിയനി ചേച്ചി എന്തിനു നാണിക്കണം? അലിയനി ചേച്ചി നമ്മുടെ ഒക്കെ ചേച്ചിയല്ലേ, നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ചേച്ചി അനുജത്തി വന്നിരിക്കുന്നു. എടി അവൾ നിനക്കെന്തോ കൈവശം തന്നിട്ടുണ്ട്. അതാ എന്ത് പറഞ്ഞാലും നീ അവളെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറയണേ. പിന്നെ കൈവശം, ഒരു കാര്യം ചെയ്യട്ടെ, കുറച്ച് കൈവശം ബാക്കി ഇരിപ്പുണ്ട്. അത് ഞാൻ ബബിതേച്ചിയും കൂടെ തരട്ടെ. ബബിതേച്ചിയും കൂടെ കുടിക്കാൻ പറഞ്ഞു. അത് നീ തന്നെ അങ്ങോട്ട് കുടിച്ചാൽ മതി. എന്നിട്ട് പട്ടിയെ പോലെ അവളുടെ അടിമയായിട്ട് നീ പോയി കിടക്ക്. എന്നെ അതിനൊന്നും കിട്ടില്ല. അതും പറഞ്ഞ് ബബിതയും കൂടെ കയറിപ്പോയി. കൃഷ്ണമോൾക്ക് നല്ല സങ്കടവും ദേഷ്യമായി. ഇതെങ്ങാനും അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അമ്മയ്ക്ക് പിന്നെ ഒന്നും അറിയണ്ടല്ലോ. അമ്മ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. രോഹിത്തേട്ടനൊക്കെ ഇങ്ങനെ തലതിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി അമ്മയാണ്. എന്നിട്ടോ എല്ലാവരും കൂടെ പാവം അച്ഛനെ കുറ്റപ്പെടുത്തുന്നു. അച്ഛന് സഹിക്കാൻ പറ്റില്ല ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊരു ചിന്തയൊക്കെ കൃഷ്ണമോളുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അങ്ങനെ വൈകുന്നേരമായി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ വന്നു. ബാലേന്ദ്രൻ വന്ന് കഴിക്കാനിരിക്കുന്ന സമയത്ത് ചോദിച്ചു, അല്ല രോഹിത്ത് എന്തെന്ന് ചോദിച്ചു. രോഹിത്തേട്ടൻ കിടന്നെന്ന് കൃഷ്ണമോള് പറഞ്ഞു. ഇനിയിപ്പം അച്ഛനെ വെറുതെ വേദനിപ്പിക്കണ്ടല്ലോ ആ കാര്യം പറഞ്ഞിട്ട്. അപ്പോഴേക്കും ബബിതയും കൂടെ അങ്ങോട്ട് വന്നിരുന്നു കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത്. ബബിതയോട് ചോദിച്ചു, എന്താടി നിന്റെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്ന് പറയണം. ആ സമയത്ത് കൃഷ്ണമോള് പറഞ്ഞു, അതെ അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അലീന ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു വിഷമം വെച്ചാൽ അലീന ചേച്ചി പെട്ടെന്ന് വന്നാൽ മതിയായിരുന്നു പറഞ്ഞു. ആ സമയത്ത് ബബിത പറഞ്ഞു, പിന്നെ ഒരലീന ചേച്ചി. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, നിനക്കെന്താടി അവളെ എങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ബബിത പറഞ്ഞു, ഈ വീട്ടിലുള്ള ഉണ്ടായ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം അവരല്ലേ അച്ഛാ. എന്ത് സന്തോഷത്തോടെ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നായിരുന്നു ഈ കുടുംബം. ഒരു സുപ്രഭാതത്തിലെല്ലാം തകടം മറിഞ്ഞില്ലേ? ആ സമയത്ത് അലീന പിശാചും കൂടെ കയറി വന്നേ. എന്താ നീ പറഞ്ഞേ? അല്ല അത് പിന്നെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബബിതെ, റെസ്പെക്ട് കൊടുത്ത് സംസാരിക്കണമെന്ന്. അലീന ചേച്ചിയോട് പറയണം, അലീന ചേച്ചി എന്ന് പറയണമെന്ന്. ഇത് നീ ഒരു തവണയല്ല പല വട്ടമായി ഇങ്ങനെയൊക്കെ പറയണേ. അത് കേട്ടപ്പോൾ ബബിതയ്ക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അച്ഛാ നീ കൂടുതലൊന്നും പറയണ്ട. അവൾ നിനക്ക് എന്ത് ദ്രോഹം ചെയ്തിട്ടാ നീ അവളോട് ഈ ശത്രുത വെച്ച് പുലർത്തുന്നേ? നിനക്കൊക്കെ വെച്ച് വിളമ്പി ഇവിടെ തരുന്നില്ലേ? എന്നിട്ടോ കഴിഞ്ഞ ദിവസം നീ കാണിച്ച കോപ്രായത്തരത്തിനുണ്ടല്ലോ, നിന്റെ കർണം തീർത്ത് പൊട്ടിക്കണ്ട. പിന്നെ കൊല്ലപ്പള്ളിക്കാരിവിടെ ഉള്ളതുകൊണ്ട് മാത്രം ഞാനൊന്നും ചെയ്യാതിരുന്നേ. അത്രമാത്രം ശത്രുത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് മാത്രം ശത്രുത കാണിക്കാനായിട്ട് അവൾ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ?
അത് പിന്നെ അച്ഛാ, അവള് കാരണമല്ലേ ഈ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവള് കാരണം പ്രശ്നങ്ങളുണ്ടായി പോലും. അതൊക്കെ നിന്റെ വെറും തോന്നൽ മാത്രമാ ബബിതേ. നീ ഇപ്പൊ കാണിക്കുന്നുണ്ടല്ലോ ശുദ്ധ തെമ്മാടിത്തരവാ. ഇന്നല്ലെങ്കിൽ നാളെ നീ വേറെ വീട്ടിൽ പോയി ജീവിക്കേണ്ട പെണ്ണ. പക്ഷെ നിന്റെ തൻ്റെ ഇടം കാര്യമായിട്ട് ഇരുന്നിട്ടുണ്ടല്ലോ, നിന്റെ അമ്മയുടെ ജീവൻ തന്നെയായിരിക്കും നിനക്കും കിട്ടാനായിട്ട് പോകുന്നത്. നിന്റെ അമ്മയുടെ സ്വഭാവം അല്ലെങ്കിൽ നിനക്ക് അത് മാറ്റുവാണെങ്കിൽ നിനക്ക് കൊള്ളാം. കാരണം ബാലേന്ദ്രൻ്റെ ബബിതയെക്കുറിച്ച് അത്ര വലിയ മതിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഒരു തവണ ബബിതയുടെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത്, ബാലേന്ദ്രൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് വാട്സപ്പ് പോലും പാസ്വേഡ് വെച്ച് ലോക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അന്ന് തന്നെ ബാലേന്ദ്രന് ചില സംശയങ്ങളൊക്കെ തോന്നിയതാ. ഇവള് വായിച്ചയുടെ അതേ പതിപ്പാന്നുള്ള കാര്യം ബാലേന്ദ്രന് മനസ്സിലാവുകയും ചെയ്താ. പിന്നീട് ബബിതയെ കുറച്ച് ഉപദേശിക്കുന്നൊക്കെ ഉണ്ട്. എവിടെന്ന് ഉപദേശം അവള് നേരെയാൻ പോകുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ അവള് പണ്ടേ വഴി വഴിച്ച് പോയതാ. ഈ കാര്യങ്ങളൊന്നും ബാലേന്ദ്രൻ അറിയത്തില്ല. അവളുടെ ശരിക്കുള്ള സ്വഭാവം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രൻ പിന്നെ അവളെ കെട്ടിത്തൂക്കത്തുള്ളൂ. ജീവിക്കാൻ പോലും സമ്മതിക്കത്തില്ല. കാരണം അറിയാം, ബാലേന്ദ്രൻ ഇത്ര കാര്യമായിട്ട് പറയുന്നതെല്ലാം മേടിച്ചു കൊടുത്ത് മക്കളെ വളർത്തിക്കൊണ്ട് വന്നേ. എന്നിട്ട് ഇങ്ങനെ ചതി ചെയ്തെന്നറിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? അങ്ങനെ കഴിപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ കിടക്കാൻ പോയി കഴിഞ്ഞപ്പം അലീനെ വിളിക്കുകയാണ്. അലീനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയണം. അവിടെ അച്ഛ എന്തെടുക്കാന്നൊക്കെ ചോദിച്ചും പറഞ്ഞു, ഇവിടെ ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് കിടക്കാൻ തുടങ്ങുമായിരുന്നു. നാളെ നീ ഇങ്ങോട്ടേക്ക് വരില്ല എന്നൊക്കെ ചോദിച്ചു. നാളെ വരൂ അച്ഛ. പിന്നീട് പറഞ്ഞു, എന്നാൽ ശരി, നാളെ വരുമ്പോൾ കാണാൻ കിടന്നോളാനൊക്കെ പറയണം. അങ്ങനെ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും രേവതിക്കുട്ടി അലീനെ അടുത്ത് വന്നു. അലീനയോട് വന്ന് സംസാരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഗ്രേസമ്മ രേവതിക്കുട്ടിയെ വിളിക്കുന്നത്. രേവതിക്കുട്ടി അങ്ങോട്ട് എഴുന്നേറ്റ് പോയ സമയത്ത് മണിശങ്കർ വിളിക്കുന്നുണ്ട്. മണിശങ്കർ വിളിച്ചിട്ട് പറഞ്ഞു, അതെ നാളെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാന്ന് പറയണം. വന്നോളാന്നോ? അതെ, നാളെ ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അല്ല അത് വേണം മനുവേട്ട, ഞാൻ ബസ്സിന് പോയിക്കോളാം. പിന്നെ ഒരു ബസ്സിന് പോകുന്ന ഒരാൾ വന്നിരിക്കുന്നു, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. രാവിലെ തന്നെ റെഡിയായിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞു. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്കർ രാവിലെ അനീനെ വിളിക്കണം. എന്നിട്ട് റെഡിയായോ? ഞാൻ റെഡിയായിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അലീന കുളിയെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതെന്താ ഇത്രയും താമസം? അതെ, രാവിലെ എഴുന്നേറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് വരണ്ടേ. ഓ, അത്രയ്ക്ക് താമസമുണ്ടോ റെഡിയാവാനായിട്ട്? കഴിഞ്ഞ ദിവസം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കിളിമാനൂർക്ക് പോകുന്ന ദിവസം നേരത്തെ കാലത്തേക്ക് എഴുന്നേറ്റായിരുന്നല്ലോ. ആ സമയം അലീന ചോദിച്ചു, അല്ല ഇത്ര നേരത്തെ പോണെന്ന് മനുവേട്ടൻ എന്താ നിർബന്ധം? എന്താ മോൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ചു. എന്തുദ്ദേശം? അല്ല കുറച്ച് നേരത്തെ പോവുകയാണെങ്കിൽ നമുക്ക് എല്ലായിടും ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു പോവായിരുന്നു. എവിടെ? അല്ല ഇവിടെ നീ എല്ലായിടും ഒന്നും കണ്ടിട്ടില്ലല്ലോ. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അതൊന്നും വേണ്ടാന്ന് പറയണം. വേണ്ടെങ്കിൽ വേണ്ട, ഞാനങ്ങോട്ട് പറഞ്ഞു എന്നുള്ളൂ, നിനക്ക് ഇഷ്ടമുണ്ടേ മതി എന്ന് മണിശങ്കർ പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ മണിശങ്കർ വന്നു. അപ്പോഴേക്കും അലീന റെഡിയായിട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഗ്രേസമ്മയോടും മാമ്പച്ചനോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് മണിശങ്കറും അലീന ഇറങ്ങുന്ന സമയത്ത് ഗ്രേസമ്മയൊക്കെ പറഞ്ഞു, അതെ ഇടയ്ക്ക് പറഞ്ഞു കേട്ടോ, ഇവിടെയല്ലേ എറണാകുളത്തല്ലേ, അതിന് അലീന വേണമെന്നൊന്നുമില്ല ഇങ്ങോട്ടേക്ക് വരാനായിട്ട്, ഞങ്ങളിവിടെ ഉണ്ടല്ലോ, ഇനി വരണ ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യങ്ങളോട് ഞാട്ടേന്നൊക്കെ പറയണം. രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമായി. അലീന ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് രേവതിക്കുട്ടിക്ക്. സ്വന്തം ചേച്ചി പോകുന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. രേവതിക്കുട്ടി കരയുന്നുണ്ടപ്പം അലീന പറഞ്ഞു, കരയൊന്നും വേണ്ട, ഇടയ്ക്ക് ഞാനിങ്ങോട്ട് വരാം, നിനക്ക് അങ്ങോട്ടേക്കും വരാമല്ലോ എപ്പോൾ വേണേലും. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി പറഞ്ഞു, എനിക്കങ്ങോട്ട് വരാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേങ്കിൽ ആ വൈജയന്തിമാലയുടെ മുഖം ഓർക്കുമ്പോഴാണ്. അതെ, അമ്മയുടെ മുഖം ഒന്നും ഓർത്ത് നീ വിഷമിക്കണ്ട, അച്ഛനും ഞാനൊക്കെ ഉണ്ടല്ലോ അവിടെ, ഞങ്ങളെ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവരെ യാത്ര അയക്കുവാണ്. അങ്ങനെ പോകുന്ന സമയത്ത് മനുഷ്യങ്കർ പറഞ്ഞു, അല്ല നമുക്കിവിടേക്ക് ഒന്ന് കണ്ടു കേട്ടിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഏയ് വേണ്ട, അത് വേണ്ടാന്ന് പറയാം. എന്താ നിനക്ക് എന്നെ പേടിയാണോന്ന് ചോദിച്ചു. പേടിയൊന്നുമില്ല, എങ്കിൽ പിന്നെ എന്താ, നീ ഇവിടെ ബീച്ചും പാർക്കൊന്നും കണ്ടിട്ടില്ലോ, നിന്നെ കൊണ്ടാവാന്ന് പറയണം. അല്ല എനിക്ക് ഒരു മടി ഉണ്ടായിരുന്നു, പക്ഷെ മണിശങ്കർ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, ഒന്നുമല്ലേലും ഞാൻ നിന്റെ അമ്മയുടെ സഹോദരൻ്റെ മോനല്ലേ, അപ്പം നിനക്ക് ആ ഒരു പേടി വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അങ്കിൾ ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കിളൊന്നും പറയാനൊന്നും പോകുന്നില്ലെന്ന് പറയണം. അങ്ങനെ കുറേ സമയം അവരുടെ പാർക്കിലൊക്കെ പോയിരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മനുഷ്യങ്ങളോട് പറഞ്ഞു, അതെ എനിക്ക് മുത്തശ്ശിയെ കാണാനെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറയണം. ആണോ? അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം, അതിനുശേഷം കടപ്പാട്ടി വീട്ടിലേക്ക് പോയാൽ മതി. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, അല്ല ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മനുവേണ്ട അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ? അമ്മയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും നോക്കണ്ട, മുത്തശ്ശിയെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ മുത്തശ്ശിയെ കാണാൻ പോകാമെന്ന് പറയണം. ഒടുവിൽ മണിശങ്കർ അലീനയും കൂട്ടി നേരെ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാണ്. വന്ന സമയത്ത് കമല വന്ന് കഥ തുറക്കുന്നേ. അലീനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്ന കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് സഹിച്ചില്ല. കാരണം മനുഷ്യങ്ങൾ അവളെയും കൂട്ടിക്കൊണ്ട് എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നൊരു ചിന്തയായിരുന്നു. അവർ തമ്മിലുള്ള വരവും അതും ഒരുമിച്ച് ആ കാഴ്ച കണ്ടു കഴിഞ്ഞാൽ കമല ചോദിച്ചു, എന്താടാ
നീ ഇവളേതും കൊണ്ട് ഇതെവിടെ പോയതാന്ന് ചോദിക്കുകയാണ്. അതെ, അലീന എറണാകുളത്തായിരുന്നു. അപ്പം ഞാൻ അവളെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു പറയണം. എറണാകുളത്തോ? അതെ, രേവതിക്കുട്ടിയുടെ വീട്ടിലായിരുന്നു. അവിടുന്ന് ഒരുമിച്ചാണോ നിങ്ങൾ പോന്നേ? അതിനെന്താ, ഒരുമിച്ച് പോന്നിട്ടുണ്ടെങ്കിൽ ആകാശം ഒടിഞ്ഞു വീഴുവോ? നീ ഇവിടെ അമ്മേ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതാ. അത് കേട്ടപ്പോൾ കമലയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും കമല പറഞ്ഞു, ഇവളെന്തിനാ വന്ന് അമ്മയെ കാണുന്നതെന്ന് ചോദിച്ചു. ഇതാ അപ്പം നന്നായത്. അവിടെ മുത്തശ്ശി അത്രയും കാലം നോക്കിയത് അലീന ആയിരുന്നല്ലോ. അപ്പം അലീനയ്ക്ക് കാണാൻ ആഗ്രഹമുണ്ട്. കമലയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. കമലയ്ക്ക് ദേഷ്യമായി. ആ സമയത്ത് മനുഷ്യൻ പറഞ്ഞു, അലീന നീ കയറി വരാൻ പറയണം. അലീന കമലയൊന്ന് നോക്കി. കമല രൂക്ഷമായിട്ട് അലീനയെ നോക്കണം. പിന്നീട് മനുഷ്യങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് അലീനയും കൊണ്ട് ചെന്നു. അലീനയെ കണ്ടു കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമായി. അതോടൊപ്പം സങ്കടം. താൻ നല്ല സന്തോഷമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന, എത്ര നന്നായിട്ട് ഇവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നേ. അങ്ങനെ അലീന മുത്തശ്ശിയുടെ അടുത്ത് എന്നിട്ട് മുത്തശ്ശിയെ കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിച്ചു, നിനക്ക് സുഖമാണോ മോളെന്ന് ചോദിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം. എന്നോട് ക്ഷമിക്കാന്നൊക്കെ പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, മുത്തശ്ശി എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഒരുപക്ഷെ ഞാൻ അവിടെ ആയിരുന്നെങ്കിൽ പണ്ട് ഞാൻ എഴുന്നേറ്റ് നടന്നേനും. അപ്പം നീ ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നേ. ഇതുവരെയായിട്ടും എനിക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റിയിട്ടില്ല എന്ന് പറയാ. അത് കേട്ടപ്പോൾ അലീന ചോദിച്ചു, അല്ല മുത്തശ്ശിക്ക് അങ്ങോട്ടേക്ക് വരണമെന്ന് ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ പേടിക്കൊന്നും വേണ്ട, മുത്തശ്ശിക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ മുത്തശ്ശി പറ, മുത്തശ്ശിയെ ഞാൻ അങ്ങോട്ടേക്ക് കൊണ്ടാവും. അച്ഛനോട് സംസാരിച്ചിട്ട് ഞാൻ കൊണ്ടാവാന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു, ബാലൻ തന്നെ ഇഷ്ടപ്പെടുമോന്ന് അറിയത്തില്ല, അച്ഛനൊരു ഇഷ്ടക്കേടും ഉണ്ടാകത്തില്ല. അല്ല നിനക്ക് എന്നോട് ദേഷ്യമില്ലേന്ന് ചോദിച്ചു. എന്തിന്? അല്ല നിന്നെ അവിടുന്ന് പറഞ്ഞു വിടണമെന്ന് ഞാനും പറഞ്ഞ വൈജയന്തിയോട്, അതുകൊണ്ട് അതൊന്നും ഓർത്ത് മുത്തശ്ശി വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്ക് ആ കാര്യത്തിൽ ഒരു പേടിയില്ലാന്ന് പറഞ്ഞു. എനിക്ക് മുത്തശ്ശിയോട് ഒരു ദേഷ്യമില്ല സങ്കടം ഒന്നും ഇല്ലാന്ന് പറയാണ്. അപ്പോഴേക്കും മനുഷ്യങ്ങൾ നിങ്ങൾ സംസാരിച്ചിരിക്കാൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പിന്നീട് മുത്തശ്ശി ചോദിച്ചത് എവിടുന്നാ വരുന്നത് എങ്ങനെയാന്നൊക്കെ ചോദിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ പറയണം. മനുശങ്കർ പുറത്തേക്ക് വന്നപ്പോൾ കമല മനുവിൻ്റെ കയ്യെ പിടിച്ച് നേരെ മുറിയിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് ചോദിച്ചു, സത്യം പറയടാ, നീ അവളും കൂടെ എവിടെ ചുറ്റാൻ പോയതാന്ന് ചോദിച്ചു. എൻ്റെ അമ്മ എന്തൊക്കെയാ പറയണേന്ന് ചോദിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മനു, അവളെയും കൊണ്ടുള്ള പോക്കുണ്ടല്ലോ അതത്ര ശരിയല്ല എന്ന് പറയണം. മനുഷ്യങ്കർ പറഞ്ഞു, ആയിക്കോട്ടെ, പക്ഷേങ്കിലേ അമ്മയ്ക്ക് ശരിയല്ലാന്ന് തോന്നുന്ന കാര്യം എനിക്ക് ശരിയാണെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയും മോനും കൂടെ കിടന്ന് വഴക്കടിക്കുകയാണ്. മനുശങ്കർ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കില്ല. മനുശങ്കറിൻ്റെ ഉള്ളിൽ അലീനയാണല്ലോ. ഒടുവിൽ അങ്ങനെ കുറേ സമയം സംസാരിച്ചിരുന്നിട്ട് അവരവിടെ നിന്ന് ഇറങ്ങണത്. ഇറങ്ങി കടപ്പാട്ടൊരു വീട്ടിലേക്ക് അലീനയെ കൊണ്ട് വിടുകയാണ്. ആ സമയം മനുശങ്കർ പറഞ്ഞു, അതെ ഇനി ഞാൻ പോയിക്കൊള്ളാമെന്ന് പറയണം. അങ്ങനെ അലീന ചോദിച്ചു, അല്ല മനുവേട്ടൻ കയറുന്നില്ലേ? പോയിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അലീന ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് മനുശങ്കർ അലീനയുടെ കൈയെടുത്ത് പിടിക്കുകയാണ്. അപ്പോഴേക്കും അലീന ഒരു നിമിഷം മനുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അപ്പോഴേക്കും മനുശങ്കർ പതുക്കെ എന്ത് ചെയ്തു, തൻ്റെ കയ്യിലൊരു ഉമ്മ വെച്ചിട്ട് അത് അലീനയുടെ കയ്യിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് കൈ ഇങ്ങനെ അടച്ചു പിടിക്കുകയാണ്. ഒരു നിമിഷം അലീന ഞെട്ടിപ്പോയി. ആ സമയത്ത് അലീനയോട് എന്താന്ന് ചോദിക്കണം. ഒന്നുമില്ല. അലീനയ്ക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. മനുഷ്യങ്ങനെ അത്ര സ്നേഹം ഉണ്ടായിരുന്നു അലീനയോട്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അലീനയോടെ ഉള്ള ഇഷ്ടം അങ്ങനെ ഒതുക്കുവാണ്. നേരിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയോ അങ്ങനെയൊന്നും അല്ല ചെയ്തത്. തൻ്റെ കയ്യിൽ ഉമ്മ വെച്ചിട്ട് അത് അലീനയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് അടച്ചു പിടിക്കുകയോ ചെയ്തേ. അലീനയ്ക്കും ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അവർ പറയാതെ അവരിഷ്ടം പരസ്പരം പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.